സ്വർഗത്തിലേക്ക് പോകണം. ജനങ്ങളെ സ്വർഗത്തിലേക്ക് നേരിട്ട് എയർലിഫ്റ്റ് ചെയ്യുന്ന വാഗ്ദാനമായിട്ടാണ് ഒരു മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഗംഗാ നദീതീര ജില്ലകളിലെ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കാൺപൂർ വെള്ളക്കെട്ടിൻ്റെ നടുവിൽ നിൽക്കുന്ന മനുഷ്യരെ കാണാൻ വന്ന ക്യാബിനറ്റ് മന്ത്രി സഞ്ജയ് നിഷാദ് പറഞ്ഞത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നിങ്ങൾ ഗംഗയുടെ മക്കളാണ്. ഗംഗാമാതാവ് നിങ്ങളുടെ പാദങ്ങൾ വൃത്തിയാക്കാൻ നിങ്ങളുടെ വീട്ടുപടിക്കൽ എത്തിയിരിക്കുന്നു. ഇത് നിങ്ങളെ നേരിട്ട് സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ് മന്ത്രി പറഞ്ഞത്. നിങ്ങൾ കേട്ടില്ലല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ വാർത്തയല്ല. ഒരു ഉത്തരവാദിത്തമുള്ള നേതാവ് വെള്ളം വീടിൻ്റെ വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ ജീവിതം തന്നെ ആകെ കൊഴഞ്ഞു മറഞ്ഞ ഒരു സിറ്റുവേഷനിൽ ഇതിനേക്കാൾ മികച്ചൊരു പോസിറ്റീവ് പരിഹാരം ആ ജനങ്ങൾക്ക് കൊടുക്കാൻ വേറെ ഉണ്ടോ? ഈ മന്ത്രിമാരൊക്കെ ഭയങ്കര കോമഡിയാണ്. പാർട്ടിയുടെ തലവനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ചുമതലപ്പെട്ട മന്ത്രിയുമായ നിഷാദിന് ജനങ്ങളുടെ ദുരിതം കാണുമ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ഈ ഒരു ആത്മീയ ഉപദേശമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. വീട്ടുമുറ്റത്ത് വെള്ളം കയറി, വസ്തുവകകൾ നഷ്ടപ്പെട്ട്, കുട്ടികൾക്കൊരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാത്ത ദുരിതത്തിൽ കഴിയുമ്പോൾ ഒരു മന്ത്രി നിങ്ങളോട് പറയുകയാണ്, ഗംഗ നിങ്ങളുടെ പാദങ്ങൾ വൃത്തിയാക്കാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിനോട് പ്രതികരിച്ചൊരു വൃദ്ധ ഒരു മാസ്റ്റർ പീസ് മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളിവിടെ താമസിച്ച് ഗംഗയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് പോയാൽ മതിയെന്ന്. ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. വേറെ സാഹചര്യമില്ല. ഇന്ത്യയിലെ ഭരണ നേതൃത്വത്തിൻ്റെ ഒരു വലിയ പ്രശ്നമാണിത്. യഥാർത്ഥ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പകരം മതപരമായ ഉപദേശങ്ങളിലേക്കും ജനങ്ങളുടെ വേദനയെ അവഗണിക്കുന്ന പ്രസ്താവനകളിലേക്കും തിരിയുന്ന പ്രവണത. ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്തവർ അവരുടെ ദുരിതങ്ങൾ പരിഹരിക്കാൻ പ്രവർത്തിക്കണം, അല്ലാതെ അവരെ സ്വർഗീയ വാഗ്ദാനങ്ങളാൽ ആശ്വസിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. മന്ത്രി പിന്നീട് ഇന്ത്യൻ എക്സ്പ്രസിനോട് തൻ്റെ വാക്കുകൾ ന്യായീകരിച്ച് സംസാരിച്ചിരുന്നു. വെള്ളപ്പൊക്കം ഒരു പ്രകൃതി ദുരന്തമാണ്. ഞാൻ വൈകാരിക പിന്തുണ നൽകാൻ ശ്രമിച്ചു എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്കും ജീവനോപാധികൾ തകർന്നവർക്കും അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്നവർക്കും പോസിറ്റീവ് ചിന്തയോ ആത്മീയോപദേശമോ അല്ല, യഥാർത്ഥ പരിഹാരങ്ങളാണ് ആവശ്യം. പ്രതിപക്ഷം നുണകൾ പ്രചരിപ്പിക്കുമെന്ന് ആരോപിച്ച് മന്ത്രി ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആദ്യത്തെ സംഭവമേ അല്ല. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാ പ്രശ്നങ്ങളും മതത്തിൻ്റെ മുഖം മൂടിയാൽ ഒളിപ്പിക്കാനുള്ള ഒരു അസാധാരണ കഴിവുണ്ട്. ഇന്ന് വെള്ളപ്പൊക്കം സ്വർഗത്തിലേക്കൊരു ക്ഷണമെങ്കിൽ നാളെ ദാരിദ്ര്യം ഒരു സാമൂഹിക പ്രശ്നമല്ല, കർമ്മഫലമാണെന്ന് അവർ പറഞ്ഞു തുടങ്ങും. ദുരിതാശ്വാസത്തിൻ്റെ അഭാവം ഒരു ഭരണപരാജയമല്ല, നിങ്ങളുടെ വിശ്വാസത്തെ പരീക്ഷണം ചെയ്തതാണെന്നും പറഞ്ഞു തുടങ്ങും. ഭക്ഷണം കൊടുക്കേണ്ടിടത്ത് വിശ്വാസം വിളമ്പുന്ന രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ഭാവിയുടെ ഏറ്റവും വലിയ അപകടങ്ങളാണ്. വിശ്വാസത്തിൻ്റെയും കർമ്മഫലത്തിൻ്റെയും പേര് പറഞ്ഞ് ദുരിതാശ്വാസത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അവഗണിക്കുകയാണ്. സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടത് ഭരണകൂടത്തിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. എന്നാൽ വെള്ളപ്പൊക്കം, ദാരിദ്ര്യം, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിലെ അപര്യാപ്തത ഇവയൊക്കെ വിധിയുടെ പരീക്ഷണമെന്നോ കർമ്മഫലമെന്നോ വ്യാഖ്യാനിക്കുന്നത് ഭരണപരാജയങ്ങളെ മറച്ചുവെക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. ഇന്ത്യയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്ക് നിർണായകമാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് പകരം വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ വഴിതെറ്റിക്കുന്ന നേതാക്കൾ രാജ്യത്തിൻ്റെ പുരോഗതിക്കാണ് തടസ്സമാകുന്നത്. ദുരിതാശ്വാസം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഭരണകൂടം വിഭാഗീയതയും വിശ്വാസ പ്രചാരണവും പ്രോത്സാഹിപ്പിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ അടിത്തറയാണ് ഇല്ലാതാക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ ഭരണ നേതൃത്വം ശാസ്ത്രീയവും യുക്തിസഹവുമായ സമീപനം സ്വീകരിക്കണം. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള നയങ്ങളും നടപടികളും രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. വിശ്വാസത്തിൻ്റെ പേര് പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറുന്നതിന് പകരം ജനക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഭരണവ്യവസ്ഥയാണ് നമുക്ക് ആവശ്യം. Way2Nikah.com, the exclusive Muslim matrimonial site.